പ്രളയജലം ഇറങ്ങിയതോടെ കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി പടർന്നു പിടിക്കുന്നു. ഇവിടെ രണ്ടാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ച 28 പേരിൽ 3 പേരാണ് മരിച്ചത്. ഇതിനിടെ 64 പേരാണ് എലിപ്പനി രോഗലക്ഷണങ്ങളുടെ വിവിധ ആശുപത്രികളായി ചികിത്സ തേടിയത്. കൂടാതെ ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്കും എലിപ്പനി പിടിപെട്ടിട്ടുണ്ട്. താൽക്കാലിക ആശുപത്രികൾ ക്രമീകരിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും എലിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ വെള്ളത്തിലിറങ്ങുമ്പോൾ മുൻകരുതലെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും എലിപ്പനിയുടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും മന്ത്രി പറഞ്ഞു. താൽക്കാലിക ആശുപത്രികൾ ക്രമീകരിച്ച് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതേസമയം സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തി 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും കോഴിക്കോട് നടക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾ വഴി എലിപ്പനി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യും. ജില്ലാ മെഡിക്കൽ ഓഫീസ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.